തിരഞ്ഞെടുപ്പെടുത്തതും കേരളത്തിൽ കോൺഗ്രസിൽ നിന്ന് ബി.ജെ.പിയിലേക്ക് കുത്തൊഴുക്ക് തുടരുകയാണ്. കരുണാകരപുത്രി പത്മജയ്ക്ക് പിന്നാലെ മുൻ DCC ജനറൽ സെക്രട്ടറി തമ്പാനൂർ സതീശും സ്പോർട്സ് കൗൺസിൽ മുൻ പ്രസിഡന്റ് പത്മിനി തോമസും ഇപ്പോൾ കോൺഗ്രസ് വിട്ട് ബി.ജെ.പിയിൽ ചേർന്നതോടെ ഇത് വീണ്ടും സജീവമാവുകയാണ്. ഇവർക്ക് പുറമെ 18 കോൺഗ്രസ് പ്രവർത്തകരും കഴിഞ്ഞ ദിവസം പാർട്ടി വിട്ടിട്ടുണ്ട്. തിരുവനന്തപുരത്തെ ബി.ജെ.പി തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിലെത്തിയാണ് ഇവരെല്ലാവരും ബി.ജെ.പിയിൽ അംഗത്വം സ്വീകരിച്ചത്. കൂടുതൽ കോൺഗ്രസ് നേതാക്കൾ ഇനിയും ബി.ജെ.പിയിലേക്ക് വരുമെന്ന് നേതാക്കൾ പറയുമ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതൊരിക്കലും തള്ളിക്കളയാൻ കോൺഗ്രസിന് കഴിയില്ല. കോൺഗ്രസ് വിട്ടുവന്നവർക്ക് എന്തുകൊണ്ടാണ് ബി.ജെ.പി സ്വീകാര്യമെന്നത് ആദ്യം മതേതര കേരളം ചിന്തിക്കേണ്ടതുണ്ട്. ബി.ജെ.പിയിലേക്ക് പോകാൻ അവസരം കിട്ടിയാൽ പോകുമെന്ന് പറഞ്ഞ കോൺഗ്രസ് നേതാക്കൾ ഇപ്പോഴും കോൺഗ്രസ് നേതൃത്വത്തിലുമുണ്ട്. എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഗതി നോക്കി നിലപാട് പ്രഖ്യാപിക്കാനാണ് പലരും കാത്തിരിക്കുന്നത്. കേരളത്തിലെ കോൺഗ്രസിന് അടിത്തറ സൃഷ്ടിച്ച 2 മുൻ മുഖ്യമന്ത്രിമാരാണ് കരുണാകരനും ആന്റണിയും. എന്നാൽ ഇവരുടെ മക്കളിലൂടെ തന്നെയാണ് ബി.ജെ.പി കേരളത്തിലെ ഓപ്പറേഷൻ താമരയ്ക്ക് തുടക്കമിട്ടത്. ഇതിന് പിന്നാലെ കോൺഗ്രസിന്റെ ചാനൽ മുഖം കൂടിയായ തമ്പാനൂർ സതീഷ് ഉൾപ്പെടെയുള്ളവരും ബി.ജെ.പിയിലെത്തി. ഇപ്പോൾ ലഭിക്കുന്ന വിവരം ശരിയാണെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ മകൾ അച്ചു ഉമ്മനും വൈകാതെ ബി.ജെ.പിയിലെത്താനാണ് സാധ്യത. ഇതേക്കുറിച്ച് ഒരു ബി.ജെ.പി നേതാവിനോട് ചോദിച്ചപ്പോൾ ലഭിച്ച മറുപടി അച്ചൂമ്മൻ അനുകൂലമായി പ്രതികരിച്ചാൽ തീർച്ചയായും ബി.ജെ.പി അവരെ പരിഗണിക്കുമെന്ന് തന്നെയാണ്. ആന്റണിയുടെയും കരുണാകരന്റെയും മക്കൾക്ക് പിന്നാലെ ഉമ്മൻചാണ്ടിയുടെ മകൾ കൂടി ബി.ജെ.പി പാളയത്തിലെത്തിയാൽ അതിനേക്കാൾ വലിയൊരു പ്രഹരം കോൺഗ്രസിന് വേറെ ലഭിക്കാനില്ല. പത്മജയ്ക്കെതിരായ പരാമർശം മുൻനിർത്തി പാർട്ടി യോഗത്തിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രംഗത്ത് വന്നവരുടെ ആത്യന്തികമായ ലക്ഷ്യവും ബി.ജെ.പിയിൽ പ്രവേശനം തന്നെയാണ്. പഴയ ഐ ഗ്രൂപ്പ് നേതാക്കൾ ഉൾപ്പെടെയുള്ളവരാണ് സംഘടിതമായി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ തിരിഞ്ഞിരിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി നേരിട്ടാൽ കൂടുതൽ കോൺഗ്രസ് നേതാക്കൾ ബി.ജെ.പിയിൽ എത്താനുള്ള സാധ്യതയും നേതാക്കൾക്ക് തള്ളിക്കളയാൻ കഴിയില്ല. 2026 UDFന് സംസ്ഥാന ഭരണം പിടിക്കാൻ കൂടി കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ UDF എന്ന സംവിധാനം തന്നെ ഇല്ലാതാകുമെന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നത്. സർവേ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത് പോലെ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റിലെങ്കിലും വിജയിക്കാൻ ബി.ജെ.പിക്ക് സാധിച്ചാൽ കേരളത്തിൽ ബി.ജെ.പിയുടെ കാര്യങ്ങൾ കൂടുതൽ എളുപ്പത്തിലാകും. അങ്ങനെ സംഭവിച്ചാൽ കോൺഗ്രസിന്റെ അവസ്ഥ വളരെ പരിതാപകരമായിരിക്കും. ഇപ്പോൾ തൃശൂരിൽ സുരേഷ് ഗോപിക്കും തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരനുമാണ് ബി.ജെ.പി ഏറ്റവും കൂടുതൽ വിജയസാധ്യത കാണുന്നത്. ഈ 2 മണ്ഡലങ്ങളിലും കോൺഗ്രസിലെ ഒരു വിഭാഗം വോട്ടുകൾ ചോർത്താനാണ് ബി.ജെ.പി പദ്ധതി തയ്യാറാക്കുന്നത്. പത്മജയും തമ്പാനൂർ സതീഷിനെയും പാർട്ടിയിൽ എത്തിച്ചതും ഇതിനു വേണ്ടി തന്നെയാണ്. ഇതിനു പുറമെ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുക്കുക എന്നതാണ് ബി.ജെ.പിയുടെ മറ്റൊരു അജണ്ട. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി 2ാം സ്ഥാനത്തെത്തിയ പാലക്കാട് മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടത്തിയാൽ താമര വിരിയുമെന്ന് തന്നെയാണ് ബി.ജെ.പി നേതൃത്വത്തിന്റെ പ്രതീക്ഷ. 3859 വോട്ടുകളുടെ ചെറിയ ഭൂരിപക്ഷത്തിന് മാത്രം വിജയിച്ച പാലക്കാട് MLA എന്തിന് കോൺഗ്രസ് വടകരയിൽ സ്ഥാനാർത്ഥിയാക്കിയെന്ന ചോദ്യമാണ് ബി.ജെ.പി ഇപ്പോൾ ഉയർത്തുന്നത്. മട്ടന്നൂർ MLA ആയ KK ശൈലജ നേടിയ 60,963 വോട്ടിന്റെ കൂറ്റൻ ഭൂരിപക്ഷം ഷാഫി പറമ്പലിന്റെ ഭൂരിപക്ഷവുമായി താരതമ്യപ്പെടുത്തിയാണ് കോൺഗ്രസിനെ ബി.ജെ.പി പ്രതിരോധത്തിലാക്കുന്നത്. അതായത് പാലക്കാട് ഒരു ഉപതെരഞ്ഞെടുപ്പ് നടന്നാൽ ഒരിക്കലും കോൺഗ്രസ് സ്ഥാനാർത്ഥി വിജയിക്കാൻ പോകുന്നില്ലെന്ന് ബി.ജെ.പി ഇതിലൂടെ ഉറപ്പിക്കുകയാണ്. ചുട്ടുപൊള്ളുന്ന വടകരയുടെ മണ്ണിനെ കൂടുതൽ ചുട്ടുപൊള്ളിക്കുന്ന പ്രചരണമാണിത്. എന്തായാലും ഇത്തവണ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അറിയാം ആരൊക്കെ കോൺഗ്രസിൽ ഉണ്ടാകും, ആരൊക്കെ ബി.ജെ.പിയിൽ എത്തുമെന്ന്.